ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ഉപാധികളുടെ പണം അനുവദിച്ചതിൽ വിമർശനവുമായി ടി സിദ്ദിഖ് എം.എൽ.എ. ട്രംപ് മോദി കൂടിക്കാഴ്ച, വ്യാപാര നയതന്ത്ര മേഖലകളിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ. റാഗിംഗ് കേസ്, വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രി വീണ ജോർജ്. ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തി മോദി, സ്റ്റാർലിങ്ക് സേവനം ഇന്ത്യയിൽ തുടങ്ങുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തു. US നാടുകടത്തൽ, ഇന്ത്യക്കാരെ വീണ്ടും തിരിച്ചയക്കുവാൻ അമേരിക്ക. വാർത്തകൾ വിശദമായി. 50 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണമെന്ന ഉപാധിയോടെ വയനാട് പുനരധിവാസത്തിന് 529.50 കോടി രൂപ അനുവദിച്ചതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ടി സിദ്ദിഖ് എം.എൽ.എ. ഉപാധികളോടെ പണം അനുവദിച്ചത് തികഞ്ഞ അന്യായമാണ്. ഇതുവരെ കേന്ദ്രം വയനാടിനോട് കാണിച്ചത് മനുഷ്യത്വരഹിതമായ സമീപനമാണെന്ന് എം.എൽ.എ. വിമർശിച്ചു. 529 കോടി തിരിച്ചടയ്ക്കണമെന്ന് ഒരു ദുരന്തത്തിൽ അകപ്പെട്ട സംസ്ഥാനത്തോട് പറഞ്ഞത് ഒരു ദേശീയ സർക്കാരിന് ചേർന്നതല്ല. കേന്ദ്രം കാണിച്ചത് ജന്മിയുടെ സ്വഭാവമാണ്. ഉപാധിയില്ലാതെ പണം അനുവദിക്കുമെന്നാണ് കരുതിയത്. കേരളം ഒറ്റക്കെട്ടായി ഈ സമീപനം മാറ്റുന്നതിനായി നിലപാട് സ്വീകരിക്കണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. 16 പുനർനിർമ്മാണ പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ സഹായം പ്രഖ്യാപിച്ചത്. കെട്ടിട നിർമ്മാണം, സ്കൂൾ നവീകരണം, റോഡ് നിർമ്മാണം, പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ എന്നിവയ്ക്ക് പണം ചിലവഴിക്കാം. ടൗൺഷിപ്പിനായും പണം വിനിയോഗിക്കാം. ഈ സാമ്പത്തിക വർഷം നിർമ്മാണം തുടങ്ങണമെന്നാണ് നിബന്ധന. സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്. വായ്പയ്ക്ക് പലിശ നൽകേണ്ടതില്ല. വായ്പാ തിരിച്ചടവിന് 50 വർഷത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യം അറിയിച്ച് കേന്ദ്ര ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കത്തയച്ചത്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ടൗൺഷിപ്പുകളിൽ പൊതുകെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും സ്കൂളുകളും പുനർനിർമ്മിക്കുന്നതിനാണ് കേന്ദ്ര സഹായം. മാർച്ച് 31-നകം പണം ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. നേരത്തെ 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജായിരുന്നു മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേരളം ആവശ്യപ്പെട്ടിരുന്നത്. കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി ഇത് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രസ്താവനയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വ്യാപാര നയതന്ത്ര മേഖലകളിൽ സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് കൂടിക്കാഴ്ചയിലുണ്ടായത്. മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇന്ധനം വാങ്ങാനും കരാറായി. അതേസമയം ഇന്ത്യയുമായുള്ള ചർച്ചയിലും നികുതി തീരുമാനങ്ങളിൽ ട്രംപ് ഇളവിനെ തയ്യാറായില്ല. അമേരിക്കയ്ക്ക് തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും അതേ നികുതി തിരികെ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വ്യാപാര കാര്യത്തിൽ ശത്രു രാജ്യങ്ങളെക്കാൾ മോശമാണ് സഖ്യരാജ്യങ്ങളെന്നും പറഞ്ഞ ട്രംപ് ഇന്ത്യ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ട്രംപുമായി യോജിച്ചു പ്രവർത്തിച്ച് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് മോദി പറഞ്ഞു. പ്രസിഡന്റ് ട്രംപിന്റെ രണ്ടാമൂഴത്തിൽ ഇരട്ടി വേഗതയിൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വ്യാപാര ബന്ധത്തിൽ ഇന്ത്യയോട് കടുപ്പിച്ചാൽ ഒരുമിച്ച് എങ്ങനെ ചൈനയെ നേരിടുമെന്ന് ട്രംപ് ചോദിച്ചു. ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ചാൽ 1 2 11 മോദിയുടെ മറുപടി. രാജ്യ താൽപര്യങ്ങൾ പരമോന്നതമാക്കി പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് ട്രംപിനെ അഭിനന്ദിക്കുന്നുവെന്ന് മോദി പറഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. പുടിനുമായി ട്രംപിന്റെ ഫോൺ സംഭാഷണം നിർണായകമാകുമെന്ന് മോദി പറഞ്ഞു. ഈ വർഷം മുതൽ ഇന്ത്യക്ക് കൂടുതൽ ആയുധങ്ങൾ, F-35 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നൽകുമെന്ന് ട്രംപും വ്യക്തമാക്കി. പ്രധാനമന്ത്രിക്കൊപ്പം വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. 2ാം തവണയും അമേരിക്കയിൽ അധികാരമേറ്റെടുത്ത ശേഷം ട്രംപുമായി ഔദ്യോഗിക ചർച്ചയ്ക്കെത്തുന്ന ആദ്യ രാഷ്ട്രീയ നേതാക്കളിലൊരാളായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി. നേരത്തെ പ്രധാനമന്ത്രി ശതകോടീശ്വരനും ടെസ്ല സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ട്രംപുമായുള്ള ചർച്ചയിൽ വിഷയമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തിലും ഇരു രാജ്യങ്ങളും ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കും. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കും. വൈറ്റ് ഹൌസിനെ സമീപത്തുള്ള ബ്ലെയർ ഹൌസിൽ വെച്ച് ഇലോൺ മസ്കുമായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ സ്റ്റാർലിങ്ക് ഇന്ത്യയുമായുള്ള സാങ്കേതിക സഹകരണം, ഇലക്ട്രിക് വാഹന വ്യവസായം, AI നിക്ഷേപ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് അതിക്രൂരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്.
റാഗിങ്ങിന്റെ ആദ്യ സെക്കൻഡുകൾ കാണുമ്പോൾ തന്നെ അതിക്രൂരമാണ്. വീഡിയോ മുഴുവൻ കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. സസ്പെൻഷനിൽ ഒതുങ്ങേണ്ട വിഷയമല്ല. കുട്ടികളെ പുറത്താക്കുന്ന കാര്യം ഉൾപ്പെടെ ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വീണ ജോർജ്. റാഗിംഗ് അറിഞ്ഞില്ലെന്ന സ്കൂൾ അധികൃതരുടെ വിശദീകരണം തൃപ്തികരമല്ല. CCTV ക്യാമറകൾ ഉൾപ്പെടെ കോറിഡോറിലുണ്ട്. എന്തുകൊണ്ട് അറിയാതെ പോയി? സീനിയർ വിദ്യാർത്ഥികൾ എന്തിനെ ജൂനിയർ വിദ്യാർത്ഥികളുടെ മുറിയിൽ പോകണം? അതും ഒരിക്കലല്ല, 3 മാസത്തോളം പീഡനമുണ്ടായെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതിനിടെ കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പ്രതികൾ വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ചത് പിറന്നാൾ ആഘോഷത്തിന് ചെലവ് ചെയ്യാത്തതിനെ തുടർന്നാണെന്ന് പോലീസ് പറയുന്നു. മദ്യമടക്കം വാങ്ങാൻ പരാതിക്കാരനായ വിദ്യാർത്ഥിയോട് പ്രതികൾ പണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിദ്യാർത്ഥിയെ പണം കൊടുക്കാൻ തയ്യാറായില്ല. പണം കൊടുക്കാതെ വന്നതോടെയാണ് കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെയാണ് പകർത്തിയത്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കോളേജിലും ഹോസ്റ്റലിലും അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തും. നിലവിൽ കേസിൽ 5 പ്രതികൾ മാത്രമാണെന്നാണ് പോലീസ് നിഗമനം. വിശദമായ പരിശോധനയിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നതിൽ വ്യക്തത വരും. ഇപ്പോഴത്തെ പരാതി പ്രകാരം ഇരയാക്കപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളുടെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറത്തുവന്ന ദൃശ്യങ്ങളുടെ പരിശോധനയ്ക്കായി പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടും. പ്രതികളുടെ ഫോണിൽ മറ്റെന്തെങ്കിലും ദൃശ്യങ്ങളുണ്ടോ എന്ന് അറിയുന്നതിനായി മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. നിലവിൽ റിമാൻഡിലുള്ള പ്രതികളെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങില്ല. വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. അതിക്രൂരവും ഒരു മനുഷ്യ മനസാക്ഷിയേക്ക് ഞെട്ടിക്കുന്നതൊന്നും പറഞ്ഞാൽ ഒന്നും ആവില്ല. ഞാനതെനിക്ക് വീഡിയോ കാണാൻ പറ്റില്ല, കാരണം ഒരു ആൾക്കും അത് കാണാൻ കഴിയില്ല. അത്രയും അതിക്രൂരമായിട്ടുള്ള, ഈ ഉപയോഗിച്ച വാക്ക് ഒന്നും പോരാ എന്ന് തോന്നുന്നു, അത്രയും ക്രൂരമാണ്. അതിൽ എന്തൊക്കെ ഇപ്പോൾ സസ്പെൻഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അതിൽ പരമാവധി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് DMVയുടെ ടീം അവിടെ പോയിട്ടുണ്ട്. കാരണം ഇവർ പരാതിപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിൽ പോലും അവിടെ ക്യാമറ ഉൾപ്പെടെ ഉണ്ട്. അതുമാത്രമല്ല, സീനിയർ സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ റൂമിൽ കയറുമ്പോൾ അതിൽ അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ സൂപ്പർവിഷൻ, മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് അതിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് DMVക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ആദ്യ സെക്കൻഡ്സ് കണ്ടപ്പോൾ തന്നെ നമുക്കത്, ഞാൻ ആ വീഡിയോയിൽ കാണാൻ കഴിയാത്തതില്ല. അതാണ് എല്ലാവരുടെയും സാഹചര്യം. അപ്പോൾ അത് പരമാവധി സ്വീകരിക്കാവുന്ന നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കും. പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചു, പ്രിൻസിപ്പലിന്റെയോ DMVയുടെയോ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചു. അതിൽ എന്താണുള്ളത്? ഇത് താലിബാനിസമാണോ ഈ പോസ്റ്റിലുള്ളത്? ഇതിൽ പ്രാഥമികമായിട്ട് കോളേജിൻ്റെ നഴ്സിംഗ് സ്കൂളാണ്. ശരിക്കും ഇവർ നഴ്സിംഗ് സ്കൂൾ ജനറൽ നഴ്സിംഗ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടാണ് DMVക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചത് തന്നെയാണ് ആ റിപ്പോർട്ടിലും അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അപ്പോൾ അത് പോരാ, അതിൽ സൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പരിശോധിക്കണമെന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DMVയുടെ ഒരു ടീം തന്നെ അവിടെ പോയി, ഇന്നവരവിടെ ചെന്നിട്ടുണ്ടാകും 10 മണിയോടുകൂടി. അപ്പോൾ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. സസ്പെൻഷനിൽ തീരില്ല. സസ്പെൻഷനിൽ തീരേണ്ട ഒരു കാര്യമല്ലല്ലോ അത്. ആ സസ്പെൻഷനിൽ തീരില്ല. അതിൽ സ്വീകരിക്കാവുന്ന പരമാവധി നടപടികൾ സ്വീകരിച്ചിരിക്കും. അത് മറ്റുള്ളവർക്കും ഒരു സന്ദേശമായിരിക്കും. ഒരു കാരണവശാലും ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക? മനുഷ്യ മനസ്സിന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? അത്ര അതിക്രൂരമായിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പരമാവധി നടപടികൾ അത് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവരിൽ ചിലർക്ക് സംഘടനാ പശ്ചാത്തലമൊക്കെ ഉണ്ട് എന്ന വിവരം വരുന്നുണ്ട്. ഇതിൽ കേരളം ഒരുമിച്ചാണ്. ഇത് സംബന്ധിച്ച് തെറ്റ് ആര് ചെയ്താലും ആ തെറ്റായി തന്നെ കാണുകയുള്ളൂ. അത് ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ കാണില്ല. അത് തെറ്റ് തന്നെയാണ്. അത് ക്രൂരമല്ല, അതിക്രൂരവും അതിൻ്റെ അപ്പുറത്തുമായിട്ടുള്ള പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നടപടി ഉണ്ടാവും. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബീരേൻ സിംഗ് രാജിവെച്ച ദിവസങ്ങൾക്കകമാണ് നടപടി. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം
മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ബീരൻ സിംഗിനു പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പൊതു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇതുവരെ കഴിയാത്ത സാഹചര്യത്തിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ആലോചനയുണ്ടായിരുന്നു. മണിപ്പൂരിന്റെ ചുമതലയുള്ള BJP നേതാവ് സംബിത് പത്രയും BJP സംസ്ഥാന പ്രസിഡന്റ് ശാരദാ ദേവിയും ഗവർണർ അജയ് കുമാർ ഭല്ലയെ കണ്ട് സാഹചര്യങ്ങൾ വിശദീകരിച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയുള്ള വിജ്ഞാപനമെത്തിയത്. പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ BJP MLA-മാർക്കിടയിൽ സമവായം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചുകൊണ്ട് നിർണായക വിജ്ഞാപനമിറക്കിയത്. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം BJP MLA-മാരുടെ യോഗം ചേർന്നെങ്കിലും അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സമവായമായിരുന്നില്ല. ബീരൻ സിംഗിന്റെ പിൻഗാമിയെ ചൊല്ലി വലിയ ചേരിപ്പോർ MLA-മാർക്കിടയിലുണ്ട്. സ്പീക്കർ TS സിംഗിനെ പിന്തുണയ്ക്കുന്ന ഒരു പക്ഷവും ബീൻ സിംഗ് അനുകൂലികൾ മറുവശത്തുമായാണ് ചരടുവലി നടക്കുന്നത്. ഇതിനിടെയാണ് കൂടുതൽ അനിശ്ചിതത്വങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത്. അതേസമയം ബീരൻ സിംഗിന്റെ രാജി കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും പ്രത്യേക ഭരണ സംവിധാനം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നുമാണ് കുക്കി സംഘടനയുടെ പ്രതികരണം. പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നേതൃത്വം പരമാവധി ശ്രമിച്ചിരുന്നുവെങ്കിലും ഒരു പേരിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സഭയിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം സമർപ്പിക്കാനിരിക്കെയായിരുന്നു ബീരൻ സിംഗിന്റെ രാജി. രാജിക്കത്ത് ഗവർണർ അജയ് ഭല്ലയ്ക്ക് കൈമാറി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് രാജിപ്രഖ്യാപനം നടത്തിയത്. അമേരിക്കൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശതകോടീശ്വരനും ടെസ്ല സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയിലെ ബ്ലെയർ ഹൌസിൽ വെച്ചാണ് ഇലോൺ മസ്കുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത്. സ്റ്റാർലിങ്ക് ഇന്ത്യയുമായുള്ള സാങ്കേതിക സഹകരണം, ഇലക്ട്രിക് വാഹന വ്യവസായം, AI നിക്ഷേപ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തു. സ്റ്റാർലിങ്ക് ഉപഗ്രഹ ശൃംഖല വഴിയുള്ള ബ്രോഡ്ബാൻഡ് സേവനമടക്കം ഇരുവരും ചർച്ച ചെയ്തതായാണ് വിവരം. സ്റ്റാർലിങ്ക് സേവനം ഇന്ത്യയിൽ തുടങ്ങാൻ സന്നദ്ധമാണെന്ന് നേരത്തെ മസ്ക് പ്രഖ്യാപിച്ചിരുന്നു. ഇലോൺ മസ്കുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി ബ്ലെയർ ഹൌസിൽ വെച്ച് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൽസനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയിൽ ആയുധ വ്യാപാരം മുഖ്യ വിഷയമാകുമെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര കരാർ ഈ വർഷം തന്നെ നടപ്പിലാക്കാനും ധാരണയുണ്ട്. 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തിയത്. വാഷിംഗ്ടണിനെ അടുത്തുള്ള ആൻഡ്രൂസ് എയർഫോഴ്സ് വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിമാനം ഇറങ്ങിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൌസിലേക്ക് താമസിക്കാനായി എത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പായിരുന്നു ഒരുക്കിയത്. ബ്ലെയർ ഹൌസിന് മുന്നിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിരവധി ഇന്ത്യക്കാരും എത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിനു നേരെ എതിർവശത്താണ് ബ്ലെയർ ഹൌസ് സ്ഥിതി ചെയ്യുന്നത്. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്പെഷ്യൽ സമ്മാനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകി. ഇരു നേതാക്കളും ഒരുമിച്ച് പങ്കെടുത്ത ഹൌഡി മോദി, നമസ്തേ ട്രംപ് പരിപാടികളിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഫി ടേബിൾ ബുക്കാണ് ട്രംപ് മോദിക്ക് സമ്മാനിച്ചത്. അവർ ജേണി ടുഗദർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. 320 പേജുകളാണ് ഇതിനുള്ളത്. അടിക്കുറപ്പ് സഹിതമാണ് ചിത്രങ്ങളുള്ളത്. മിസ്റ്റർ പ്രധാനമന്ത്രി, അങ്ങ് മഹാനാണ് എന്ന സന്ദേശവും ട്രംപ് മോദിക്കു വേണ്ടി കുറിച്ചിട്ടുണ്ട്. 2019 ഹൂസ്റ്റണിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലായിരുന്നു ഹൌഡി മോദി പരിപാടി നടന്നത്. 50,000-ലധികം ഇന്ത്യൻ അമേരിക്കക്കാരായിരുന്നു അന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. 5 മാസത്തിന് ശേഷം 2020 ഫെബ്രുവരിയിൽ അഹമ്മദാബാദിലായിരുന്നു നമസ്തേ ട്രംപ് എന്ന പരിപാടി നടന്നത്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച കെ ഹോംസ് പദ്ധതി ആദ്യഘട്ടത്തിൽ കോവളം, കുമരകം, മൂന്നാർ, ഫോർട്ട് കൊച്ചി എന്നീ ടൂറിസം കേന്ദ്രങ്ങളിൽ നടപ്പാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആതിഥേയ ശൃംഖലകളുടെ വിപുലീകരണത്തിലൂടെ കേരള ടൂറിസത്തിന് പുതിയ മാനങ്ങൾ കൈവരിക്കാനാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബജറ്റിൽ കെ ഹോംസ് പദ്ധതി ധനമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി 4 കേന്ദ്രങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് കെ ഹോംസ് പദ്ധതി പ്രാരംഭമായി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ആൾതാമസമില്ലാത്ത നല്ല സൗകര്യങ്ങളുള്ള വീടുകളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുകയെന്ന് മന്ത്രി പറഞ്ഞു. നിലവാരമുള്ള താമസം, രുചികരമായ നാടൻ ഭക്ഷണം എന്നിവയെല്ലാം ഇതിന്റെ ആകർഷണങ്ങളാകും. കെ ഹോംസിനെ മാത്രമായി പ്രത്യേക ബുക്കിംഗ് സൗകര്യം
ഏർപ്പെടുത്താനും ആലോചനയുണ്ടെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം ഓരോ വർഷവും റെക്കോർഡ് തിരുത്തുകയാണെന്ന് മന്ത്രി പറഞ്ഞു. കോവിഡ് കാലത്തിന് മുമ്പുള്ള കണക്കിനേക്കാൾ 21% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലബാറിലെ ടൂറിസം കേന്ദ്രങ്ങൾക്ക് നൽകിയ പ്രാധാന്യവും ഈ നേട്ടത്തിന്റെ പിന്നിലുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. ടൂറിസം മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ നൂതന സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. ടൂറിസം മേഖലയിലെ നിർമ്മാണ പ്രവൃത്തികളിൽ ഡിസൈൻ പോളിസി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ടൂറിസം കേന്ദ്രങ്ങളെ പരിസ്ഥിതി സൗഹൃദമാക്കാൻ ഇതുവഴി സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഡെസ്റ്റിനേഷൻ ഡ്യൂപ്പ് ആണ് ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന പുതിയ ട്രെൻഡ്. തിരക്കേറിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടാതെ തിരക്കില്ലാത്ത ഏകാന്തതയുള്ള കേന്ദ്രങ്ങൾക്കാണ് പലരും മുൻഗണന നൽകുന്നത്. ഇത്തരം അറിയപ്പെടാത്ത ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ഡെസ്റ്റിനേഷൻ ചലഞ്ച് ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 40 കേന്ദ്രങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളിൽ ഡിസൈൻ പോളിസി നടപ്പിൽ വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ടൂറിസം മേഖലയിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കാനായി സ്ത്രീ സംരംഭകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. 17,631 സ്ത്രീകൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി വഴി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ടൂർ ഓപ്പറേറ്റർമാർ, ഹോം സ്റ്റേ ഡ്രൈവർ, ടൂറിസം സംരംഭകർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതികൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ മൂന്നാറിൽ ആഗോള വനിതാ ടൂറിസം ഉച്ചകോടി സംഘടിപ്പിച്ചു. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ആലോചനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി നടന്നത് വൻ മനുഷ്യാവകാശ ലംഘനമായിരുന്നുവെന്ന് UN. പ്രതികാര മനോഭാവത്തോടെയുള്ള നടപടിയായിരുന്നു ഹസീന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിട്ട് അക്രമ പരമ്പരകൾ അരങ്ങേറിയെന്നും കഴിഞ്ഞ ദിവസം UN പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 45 ദിവസത്തിനിടെ 1400 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർ പീഡിപ്പിക്കപ്പെട്ടു. ബംഗ്ലാദേശിലെ ഹിന്ദു, അഹമ്മദീയ, മുസ്ലിം വിഭാഗമാണ് വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടത്. ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെയും സർക്കാർ സംവിധാനത്തിന്റെയും സഹായത്തോടെ മനഃപൂർവ്വമുള്ള നരഹത്യയാണ് അരങ്ങേറിയത്. മനുഷ്യകുലത്തിനെതിരെ നടത്തിയ ഗൂഢാലോചനയായിട്ടാണ് ഇതിനെ UN കാണുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. ബംഗ്ലാദേശ് ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ് UN റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തു. ബംഗ്ലാദേശിനെ സുരക്ഷിത ബോധത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള ഇടമാക്കി മാറ്റുകയെന്നതാണ് ലക്ഷ്യമെന്നും യൂനുസ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം ജൂലൈ 1 മുതൽ ആഗസ്റ്റ് 15 വരെയുള്ള സംഭവങ്ങളെയാണ് UN പരിശോധിച്ചത്. ഇതിനായി ഇരകളായവരിൽ നിന്ന് UN പ്രതിനിധികൾ നേരിട്ട് പോയി വിവരങ്ങൾ ശേഖരിച്ചു. വീഡിയോകളും ഫോട്ടോകളും സംഘടിപ്പിച്ചു. കൊല്ലപ്പെട്ടവരിൽ 12 മുതൽ 13% വരെ കുട്ടികളായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. സർക്കാർ ജോലിക്കുള്ള സംവരണവുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ വലിയ കലാപത്തിലേക്കെത്തിയത്. അക്രമം രൂക്ഷമായതോടെ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യത്ത് നിന്ന് ഒളിച്ചോടേണ്ടി വന്നു. തുടർന്ന് ഇന്ത്യയാണ് ഹസീനയ്ക്ക് അഭയം നൽകിയത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞുണ്ടായ സംഭവം ദുഃഖകരമെന്ന മന്ത്രി VN വാസവൻ. സംഭവത്തിൽ അന്വേഷണം നടത്തുവാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആന കുത്തിയല്ല 3 പേരുടെ മരണമുണ്ടായത്. കെട്ടിടം ഇടിഞ്ഞു വീണാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലുണ്ടായ ആനയിളകിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, വേദനാജനകമാണ്, ദുഃഖകരമാണ്. 3 പേരുടെ ജീവൻ പൊലിയാനിട വന്നത് ഏറ്റവും വിഷമകരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ. സംഭവം നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് കാണാൻ ഇടവന്നതും പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളും അനുസരിച്ച് ആന കുത്തിയല്ല ഈ 3 പേരുടെ ജീവൻ പോകാൻ ഇടവന്നിട്ടുള്ള, മറിച്ച് കെട്ടിടം ഇടിഞ്ഞു വീണതാണ്. ആന തമ്മിൽ കൊമ്പ് ഓർക്കുമ്പോൾ കെട്ടിടത്തിന് ആഘാതം ഉണ്ടായി ആ കെട്ടിടം ഇടിഞ്ഞു വീണാണ് 3 പേര് മരിക്കാൻ ഇടവന്നെന്നാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ. ഏതായിരുന്നാലും അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി അതിൻ്റെ ഉള്ളടക്കങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതലായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാം.
ഇപ്പോൾ പരിക്കേറ്റവരെയെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൊയിലാണ്ടി ആശുപത്രിയിലുമായി ചികിത്സകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. 2 പേർക്ക് ഗുരുതരമായ പരിക്കുനിയും ഉണ്ടെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പരിക്കേറ്റവർക്കെല്ലാം വേണ്ട ശുശ്രൂഷകൾ നൽകി അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങളും ആ കാര്യത്തിൽ ബന്ധപ്പെട്ട് കളക്ടറുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതാണോ ഇല്ലെന്നുള്ളത് നമുക്ക് റിപ്പോർട്ട് വന്നെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് മുമ്പ് നിർദ്ദേശിക്കപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. അതിൽ 3 മീറ്റർ അകലത്തിൽ മാത്രമേ ആനകളെ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി നിർത്താവുള്ളൂ. അതുപോലെ 8 മീറ്റർ അകലം മാത്രമേ ജനങ്ങൾ നിൽക്കാവുള്ളൂ. ഇത്തരം കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കോടതി നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സ്റ്റേയും വന്നിരുന്ന് നമ്മൾ കണ്ടതാണ്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിക്കുന്ന സാഹചര്യം വന്നിരുന്നത്. ഇവിടെ പ്രത്യേകമായി വനം വകുപ്പ് ഈ കാര്യത്തിൽ ആന പരിപാലിക്കുന്ന രംഗത്ത് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ അവർ സൂചിപ്പിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ. എന്തായിരുന്നാലും എഴുന്നള്ളത്തിന് നമ്മൾ ആനയെ കൊണ്ടുപോകുമ്പോൾ എഴുന്നള്ളത്തിന് നിർത്തുവെക്കൽ ചെയ്യുമ്പോൾ ആ ചട്ടങ്ങൾ പരിപാലിക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് എത്ര കണ്ട് പരിപാലിച്ചിരുന്നുള്ള കാര്യം പരിശോധിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും. ഇല്ല, ആ റിപ്പോർട്ട് വന്നെങ്കിലല്ലേ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ അന്വേഷിക്കാതെ ആ കാര്യത്തിൽ എന്താണ് അവിടെ ഉണ്ടായതെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കേട്ട് നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. അത് കൃത്യമായി പരിശോധിച്ചിട്ട് എന്തൊക്കെയാണ് അവിടെ നടന്നത്. വന്യജീവി സംരക്ഷണ പരിപാലന ചട്ടമനുസരിച്ചാണ് ചെയ്യേണ്ടത്. വനം വകുപ്പാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിക്കാൻ വനം വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ചില വലിയ പ്രാധാന്യമുള്ള വിഷയങ്ങളുണ്ട്. ഇതിനെ എഴുന്നള്ളിക്കുന്ന ഘട്ടത്തിൽ പരിപാലിക്കപ്പെടേണ്ടതായ നിബന്ധനകൾ മുന്നോട്ട് വച്ചിരുന്നു. അതെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു എന്ന കാര്യമൊക്കെ നമ്മൾ പരിശോധിച്ചതിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ. എവിടെയായിരുന്നാലും 3 മീറ്റർ അകലെ ആനയെ നിർത്താവുള്ളൂ എന്ന കാര്യവും 8 മീറ്റർ അകലെ ജനങ്ങൾ നിൽക്കാവുള്ളൂ എന്ന കാര്യമെല്ലാം നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടിരുന്നതാണ്. അതിനൊരു സ്റ്റേ വന്നു. എന്നിരുന്നാലും ഈ കാര്യത്തെ സംബന്ധിച്ചോളം പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ആന എഴുന്നള്ളിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വരാവുള്ളൂ. അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരാണ്. അവർ ആ കാര്യത്തിൽ നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് പ്രാഥമികമായി വന്ന റിപ്പോർട്ട്. അത് ശരിയാണോ ഇല്ലെന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ടതോടെ ആനകൾ വിരണ്ടു. തുടർന്ന് ആളുകൾ ഓടുകയാണുണ്ടായത്. 32 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. കാര്യക്ഷമമായ അന്വേഷണത്തിലൂടെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. എല്ലാ നിബന്ധനകളും പാലിച്ചാണ് ഉത്സവം നടത്തിയതെന്ന് ക്ഷേത്ര കമ്മിറ്റി അംഗം C ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മാലപ്പടക്കമാണ് പൊട്ടിച്ചത്. കതിന പോലെ വലിയ ശബ്ദമുള്ളവ പൊട്ടിച്ചിട്ടില്ല. 100 മീറ്റർ അകലെ വെച്ചാണ് പൊട്ടിച്ചത്. ആളുകളെ കൃത്യമായ അകലം പാലിച്ചാണ് നിർത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എന്നാൽ പടക്കം പൊട്ടിച്ചതുൾപ്പെടെയുള്ള കാര്യത്തിൽ വീഴ്ചയുണ്ടായെന്നാണ് വനവകുപ്പും പോലീസും നടത്തിയ അന്വേഷണത്തിലെ പ്രാഥമിക വിലയിരുത്തൽ. ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച അമ്മുക്കുട്ടിയമ്മ, ലീല, രാജൻ എന്നിവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോയി. ദുഃഖസൂചകമായി കൊയിലാണ്ടിയിലെ 9 വാർഡുകളിൽ ഇന്ന് ഹർത്താലാണ്. അതിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ടു. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥനോട് കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചു. വനംവകുപ്പും ഗുരുവായൂർ ദേവസ്വവും വിശദീകരണം നൽകണം. ആനകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെടൽ. എന്താണ് ഇത്തരമൊരു ദുരന്തമുണ്ടാവാൻ കാരണമെന്ന് കോടതി ആരാഞ്ഞു. ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്, ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. തിങ്കളാഴ്ച ഹാജരായി നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകാനാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിച്ചത്. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നിബന്ധനകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണോ എന്നുള്ളത് പറയാൻ പറ്റുന്നില്ല. നിബന്ധനകൾ ഉണ്ടെങ്കിലും അതെല്ലാം ലംഘിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളത് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്രേ നമുക്ക് ഇപ്പോൾ അറിയുള്ളൂ. ശരി. സംഭവമാണ് മണക്കുളങ്ങര ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ളത്. 3 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ആന ഇടഞ്ഞതാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. പരിക്ക് പറ്റിയിട്ടുള്ള കൂടുതൽ ആളുകളും ഓടിയിട്ടാണ്. ഈ പ്രശ്നമുണ്ടായപ്പോൾ ചിതറി ഓടുകയായിരുന്നു ഒരുപാട് ആളുകൾ.
ആനപ്പുറത്ത് നിന്ന് ചാടി രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾക്കും പരുക്കുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിലാണ് ഞാനുള്ളത്. കാഷ്വാലിറ്റിയിലാണ് ഇവിടെയുള്ള ആളുകൾ 5 പേരോളമാണ്. താലൂക്ക് ആശുപത്രി, കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിസ്സാര പരുക്കുള്ള 5 പേരാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മെഡിക്കൽ കോളേജിലാണുള്ളത്. വലിയ രീതിയിൽ പരുക്കുള്ള ആളുകളൊന്നുമില്ല. നിസ്സാരമായിട്ടുള്ള ചിലപ്പോൾ പരുക്കുണ്ട്, എന്നാൽ പോലും എക്സ്റേ എടുക്കാനും മറ്റും ഇപ്പോൾ നിൽക്കുന്നുണ്ട്. സ്കാന് ചെയ്യാനെല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. വലിയ പ്രശ്നമുള്ള ആളുകൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇനി ഡോക്ടർമാരെ കണ്ടാൽ ഈ റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. 3 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതൊരാൾ മൈത്ര ഹോസ്പിറ്റലാണുള്ളത്. അവിടുന്ന് ബോഡി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 24ഓളം പേരെയാണ് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ 10 വയസ്സുള്ള ഒരു കുട്ടി ഇപ്പോൾ IMCHലുണ്ട്. ആ കുട്ടിയുടെ അടുത്തേക്ക് പോകാണ് ഇപ്പോൾ. 10 വയസ്സുള്ള ഒരു കുട്ടിയടക്കം 24ഓളം പേരാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. നിസ്സാര പരുക്കുകളാണുള്ളത്. വലിയ പരുക്കെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്കാനിങ് റിപ്പോർട്ടും എക്സ്റേയും കിട്ടിയാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. മറ്റ് പ്രചരിപ്പിക്കുന്നത് പോലെ ബിൽഡിംഗ് വീണിട്ടൊന്നും ആർക്കും പരുക്കുണ്ടായിട്ടില്ല. അവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു ബിൽഡിങ്ങാണ് വീണിട്ടുള്ളത്. അതിലാരും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള പരുക്കൊന്നുമില്ല. പക്ഷേ എല്ലാവരും ചിതറി ഓടിയപ്പോൾ ഉണ്ടായിട്ടുള്ള പരുക്കാണ് കൂടുതൽ ആളുകൾക്കും ഉള്ളത്. മറ്റൊന്ന് 3-4 പേര് ആനപ്പുറത്ത് നിന്ന് ചാടിയിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള പരുക്കാണുള്ളത്. കാലിനും കൈക്കെല്ലാം തന്നെയുള്ള ചതവും ഒടിവൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സാരമായിട്ടുള്ള പരുക്ക് എന്ന് പറയാൻ ഇപ്പം നമുക്ക് കാണുന്നില്ല. സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ എന്നുള്ള ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ക്രിട്ടിക്കൽ എന്ന് പറയാനുള്ള ആളില്ല. ഇപ്പോൾ എക്സ്റേയും സ്കാനിങ് എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് കിട്ടിയാലാണ് ക്രിട്ടിക്കൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഡോക്ടറെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ സ്കാനിങ്ങിനും എക്സ്റേ എടുക്കാനെല്ലാം തന്നെ ഇപ്പോൾ വരിയിൽ നിൽക്കുകയാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ആശുപത്രിയിലുള്ള ഡോക്ടർമാരും എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ നിന്നും അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും എല്ലാം തന്നെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ആംബുലൻസിലെല്ലാം തന്നെ എത്തിച്ചിട്ടുള്ളത്. എല്ലാം ജാഗ്രതയോടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രയാസവും എവിടെയും വന്നിട്ടില്ല. ഒരിക്കലും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ഒരു പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ 119 ഇന്ത്യക്കാരെ കൂടി ഈ വാരാന്ത്യത്തിൽ തിരിച്ചയക്കുമെന്ന റിപ്പോർട്ട്. 2 വിമാനങ്ങളിലായി അമൃത്സർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെയാണ് ഇക്കാര്യം പുറത്തുവന്നത്. ഇത് 2ാം വട്ടമാണ് നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരുമായുള്ള വിമാനം അമൃത്സറിൽ ഇറങ്ങുന്നത്. പഞ്ചാബ് സ്വദേശികളായ 67 പേർ, ഹരിയാനയിൽ നിന്ന് 33 പേർ, 8 ഗുജറാത്ത് സ്വദേശികൾ, 3 UP സ്വദേശികൾ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് 2 പേർ വീതം, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് സ്വദേശികളായ ഓരോ പൗരന്മാരുമാണ് ഈ സംഘത്തിലെത്തുന്നത്. അതേസമയം ശനിയാഴ്ച ഇന്ത്യയിലെത്തുന്നത് സൈനിക വിമാനമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അമേരിക്ക തിരിച്ചയച്ച 104 ഇന്ത്യക്കാരുമായി US സൈനിക വിമാനം C-17 കഴിഞ്ഞയാഴ്ചയാണ് പഞ്ചാബിലെ അമൃത്സറിൽ ഇറങ്ങിയത്. ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു ലാൻഡിംഗ്. പഞ്ചാബിൽ നിന്ന് 30 പേർ, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്ന് 33 പേർ വീതം, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് 3 പേർ വീതം, ചണ്ഡീഗഡിൽ നിന്ന് 2 പേരുമാണ് എത്തിയത്. അമേരിക്ക നാടുകടത്തുന്ന ആദ്യ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ സംഘമായിരുന്നു ആ വിമാനത്തിൽ മടങ്ങിയെത്തിയത്. സൈനിക വിമാനത്തിൽ കൈവിലങ്ങ് വെച്ചാണ് തങ്ങളെ എത്തിച്ചതെന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയവർ വെളിപ്പെടുത്തിയിരുന്നു. കാലുകളും കൈകളും ഉൾപ്പെടെ വിലങ്ങ് വെച്ചെന്നും സീറ്റിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു. ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും തിരിച്ചെത്തിയവർ കൂട്ടിച്ചേർത്തു. ഇതിനു പിന്നാലെ വൻ വിമർശനങ്ങളും ഉയർന്നിരുന്നു. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്കെതിരായ മൊഴിമാറ്റി നിർണായക സാക്ഷികൾ. കൊലപാതകത്തിന് ശേഷം ചെന്താമര കൊടുവാളുമായി നിൽക്കുന്നത് കണ്ടെന്ന് പറഞ്ഞ വീട്ടമ്മ താൻ ഒന്നും കണ്ടിട്ടില്ലെന്ന് മൊഴിമാറ്റി. ചെന്താമര സുധാകരനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ആദ്യം പറഞ്ഞ നാട്ടുകാരനും മൊഴിയിൽ നിന്നും പിൻവാങ്ങി. കൊലപാതകം നടന്ന ദിവസം ചെന്താമര വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് ആദ്യം പറഞ്ഞ 2 പേരും കൂറുമാറി. പ്രതിയെ പേടിച്ചാണ് സാക്ഷികൾ മൊഴിമാറ്റിയതെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. അതേസമയം കൊല്ലാൻ തീരുമാനിച്ചിരുന്നതായി ചെന്താമര മൊഴി നൽകിയ അയൽവാസിയായ പുഷ്പ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. സുധാകരനെയും മാധവിനെയും കൊലപ്പെടുത്തിയ ശേഷം ആയുധവുമായി നിൽക്കുന്നത് കണ്ടെന്ന മൊഴിയിലാണ് പുഷ്പ ഉറച്ചു നിൽക്കുന്നത്.
പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിലെ നിരാശ പ്രതി ചോദ്യം ചെയ്യലിൽ പങ്കുവച്ചിരുന്നു. തന്റെ കുടുംബം തകർത്തത് പുഷ്പയാണെന്നും താൻ നാട്ടിൽ വരാതിരിക്കാൻ നിരന്തരം പോലീസിൽ പരാതി കൊടുത്തതിൽ പുഷ്പയ്ക്ക് പങ്കുണ്ടെന്നും ചെന്താമര പറഞ്ഞിരുന്നു. ജനുവരി 27-നായിരുന്നു പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസി ചെന്താമര കൊലപ്പെടുത്തിയത്. സ്കൂട്ടറിൽ വരികയായിരുന്ന സുധാകരനെ മടിയിൽ വെട്ടുകത്തി വെച്ച് കെട്ടി വെട്ടിവീഴ്ത്തുകയായിരുന്നു. സമീപത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആക്രമണം. തൊട്ടു പിന്നാലെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന ലക്ഷ്മിയെയും ചെന്താമര വെട്ടി. സുധാകരൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ലക്ഷ്മിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തറുത്ത് കൊന്നിരുന്നു. ചെന്താമരയുടെ ഭാര്യയും മക്കളും ഇയാളുമായി അകന്നു കഴിയുകയാണ്. അതിനു കാരണം സജിതയും സുധാകരനും ലക്ഷ്മിയുമാണെന്ന് ആരോപിച്ചായിരുന്നു സജിതയെ കൊലപ്പെടുത്തിയത്. 36 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ചെന്താമരയെ പോലീസ് പിടികൂടിയത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.